ദൈവനാഥൻ മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഹല്ലേലൂയ. നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആരും കണ്ടില്ലെങ്കിലും ദൈവം നമ്മളെ കാണുന്നുണ്ട്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 16 അധ്യായം 13 വാക്യം ഹല്ലേലൂയ വായിക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ ഹാഗാർ പറഞ്ഞൊരു ഹല്ലേലൂയ കാര്യം, എന്നാറെ അവൾ ഹല്ലേലൂയ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത ദൈവത്തിന്, ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് വിളിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ആ കിണറിന് ബേർ ലഹോയ് റോയ് എന്ന പേരായി. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം. സ്തോത്രം. അബ്രഹാമിന് സാറയ്ക്ക് മക്കളില്ലാതിരിക്കുമ്പോൾ സാറ ഹല്ലേലൂയ അബ്രഹാമിനോട് പറയാം, നീ എന്റെ ദാസിയുടെ അടുത്തല്ലേ. ദാസിയുടെ പേര് ഹാഗാർ എന്നായിരുന്നു. സ്തോത്രം. അങ്ങനെ അബ്രഹാം ദാസിയായ ഹാഗാറിനടുത്ത് എന്ന് ഹാഗാർ ഗർഭിണിയായി. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ഹാഗാർ ഗർഭിണിയായെന്ന് കണ്ടപ്പോൾ ഹല്ലേലൂയ സാറായിക്ക് വിഷമമായോ, ഞാൻ നിന്ദിതയായല്ലോ എന്നൊരു ചിന്ത ഉണ്ടായപ്പോൾ ഹല്ലേലൂയ സാറായി എന്തോ ചെയ്തു, ഹാഗറിനെ വിഷമിപ്പിക്കുവാൻ തുടങ്ങി. ഇത് സഹിക്കവയ്യാതെ ഹാഗാർ സാറായുടെ മുൻപിൽ ഓടിപ്പോകുമ്പോൾ ഹല്ലേലൂയ അവിടെ ഒരു ദൂതൻ ഹല്ലേലൂയ സ്തോത്രം അവളോട് പറയുകയാണ്, നീ മടങ്ങിച്ചെന്ന് ഹല്ലേലൂയ സാറായിക്ക് കീഴ്പ്പെട്ടിരിക്കുക. സ്തോത്രം. അന്നേരം ഹല്ലേലൂയ ഹാഗാർ ഹല്ലേലൂയ പറയുന്ന കാര്യമാണ്, സ്തോത്രം, എന്നെ കാണുന്നവൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, പല പ്രതികൂലങ്ങളിലൂടെ നമ്മളെ ദൈവം കടന്നുവിടും. അതിനകത്തോട് നമ്മൾ കടന്നുപോയേ മതിയാകത്തുള്ളൂ. നമുക്ക് അതിനകത്തുനിന്ന് ഓടി ഓടിക്കാൻ കഴിയുകയില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഹല്ലേലൂയ എനിക്ക് ഓടി ഓടിക്കാം, എനിക്ക് മതി. സ്തോത്രം. എനിക്ക് മരിച്ചാൽ മതി, ഇനി ജീവിക്കേണ്ട, അല്ലെങ്കിൽ ഹല്ലേലൂയ ഇതോട് തീർന്നു എന്നല്ല. ഹല്ലേലൂയ സ്തോത്രം. അതിന് പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയും പ്ലാനും ഉണ്ട്. സ്തോത്രം. ആരും കണ്ടില്ലെങ്കിലും കാണുന്ന ഒരു ദൈവം. സ്തോത്രം. എന്നെ നിങ്ങളെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അവിടെ ഹല്ലേലൂയ അവൾക്ക് വേണ്ടി ദൈവം കരുതുവാൻ ഇടയായി തീർന്നു. അവൾക്ക് വാഗ്ദത്തങ്ങളെ കൊടുക്കുവാൻ ഇടയായി തീർന്നു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും കരം പിടിച്ചിരിക്കുന്നത്. പ്രതികൂലത്തിന്റെ ഏതവസ്ഥയിലും അനേകരെ നിങ്ങളെ സഹായിക്കാന്ന് പറയും. അനേകർ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വാക്ക് തന്നവരും ഹല്ലേലൂയ തിരിഞ്ഞു നിൽക്കാം. ആരുമില്ലായിരിക്കും. ഒരാൾ പോലും നിന്നെ വിളിക്കുവാനോ ഒരു മെസ്സേജ് ഇടാനോ കരുതുവാനോ ഇല്ലായിരിക്കും. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ നിന്റെ കൂടെയുണ്ട്. അവൻ നിന്നെ കാണുന്നുണ്ട്. നീ കടന്നു പോകുന്ന വേദന അവൻ ഹല്ലേലൂയ സ്തോത്രം മനസ്സിലാക്കി നിനക്ക് അതിനു വേണ്ടിയുള്ള പ്രൊവിഷൻ ഹല്ലേലൂയ അത് കടന്നു പോകുവാനുള്ള ബലം, അതിനെ ഹല്ലേലൂയ നേരിടുവാൻ വ്യതിജീവിതങ്ങളെയാണോ നിനക്ക് വേണ്ടിയത് അത് കൊണ്ടുതരും. നമുക്ക് സാറാഭാഗത്തിലെ വിധവയെ അറിയാം. അവൾ പറയുകയാണ്, എനിക്ക് മരിച്ചാൽ മതി. ഹല്ലേലൂയ മരിക്കാൻ ഒരുങ്ങിയാണ്. എന്നാൽ ഹല്ലേലൂയ പ്രവാചകനെ അയച്ച് അവളെ വിടുവിച്ച ഒരു ദൈവം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഹല്ലേലൂയ നേരിടുവാൻ തിരമാലകൾക്ക് ഒരു ഹല്ലേലൂയ സ്തോത്രം അതിര് വെച്ചിരിക്കുന്ന പോലെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു അതിരുണ്ട്. അതിനപ്പുറത്തേക്ക് കടക്കുവാൻ ദൈവം അനുവദിക്കില്ല. കാരണം നമ്മുടെ കപ്പാസിറ്റി ദൈവത്തിനറിയാം. ഇവക്ക് ഇത്ര കൊടുത്താലേ അല്ലെ ഇവൻ ഇത്ര കൊടുത്താലേ ഹല്ലേലൂയ ഇതിനെ നേരിടുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത്. എന്നാൽ ഹല്ലേലൂയ അതിനപ്പുറമായി സ്തോത്രം കടന്നു വന്നാൽ അതിന് പരിഹാരവും ദൈവത്തിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനകത്ത് ഭയമായിട്ട് ഹല്ലേലൂയ ബലത്തോടെ നിന്ന് എൻ്റെ ദൈവം ഇതിനകത്ത് തന്നെ പുറത്തു കൊണ്ടുപോകുന്നുള്ള വിശ്വാസത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മളെ എല്ലാവരും സഹായിക്കട്ടെ.